ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണർ മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചാൻസ് വൈറ്റ് ഗോൾഡ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി വഴി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേക്കുറിച്ച് പലരും അറിയാത്ത ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് പുതിയ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി വൈറ്റ് ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡറായ ലക്ഷ്മി നക്ഷത്ര പ്രമോയിലൂടെ അനൗൺസ് ചെയ്തത്. ഇതനുസരിച്ച് 3 മിനിറ്റോളം വരുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വൈറ്റ് ഗോൾഡ് കേരളയുടെ പേജിനെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. വൈറ്റ് ഗോൾഡ് തന്നിരിക്കുന്ന ലിങ്കിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്നാകും അഗ്നിപരീക്ഷയിലേക്ക് സെലക്ഷൻ ഉണ്ടാകുക. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്. ഇതിൽ പലതും പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവസാന ഭാഗത്ത് തന്നിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഷീറ്റിലാണ്. ആദ്യ കാര്യം, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നായിരിക്കണം. അതായത് സുഹൃത്തുക്കളുടെയോ ഗ്രൂപ്പായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളിലൂടെയോ വീട്ടിലെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലൂടെയോ ഒന്നും ആകരുത്. മറ്റൊന്ന്, ഈ വീഡിയോകൾ ഇവാലുവേറ്റ് ചെയ്ത് വൈറ്റ് ഗോൾഡ് അതിൻ്റെ ലിസ്റ്റുകൾ പൂർത്തിയാക്കുന്നത് വരെ ഈ അക്കൗണ്ടുകൾ പബ്ലിക് ആയിരിക്കണം എന്നതാണ്. പ്രൈവറ്റ് അക്കൗണ്ടുകളിലൂടെയാണ് നിങ്ങൾ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ വേഗം ആ അക്കൗണ്ട് പബ്ലിക് ആക്കിക്കോളൂ. മറ്റൊന്ന്, ഒരാൾക്ക് ഒരു വീഡിയോ മാത്രമേ പങ്കുവയ്ക്കാൻ പാടുള്ളൂ എന്നതാണ്. ഒന്നിലധികം വീഡിയോകൾ പങ്കുവച്ചാൽ അത് വെവ്വേറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെയാണ് എങ്കിൽ പോലും ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ ഏതാണോ അത് മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. മറ്റൊരു പ്രധാന കാര്യം, ഈ വീഡിയോ whitegol.kerala എന്ന അക്കൗണ്ടിൽ ടാഗ് ചെയ്യണം എന്നതാണ്. മാത്രമല്ല, ഇതല്ലാതെ മറ്റൊരു അക്കൗണ്ടിലും ടാഗ് ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പലരും തെറ്റിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണിത്. വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ മറ്റ് പേജുകൾ, ഉടമകൾ, ബ്രാൻഡ് അംബാസിഡർ, ഏഷ്യാനെറ്റ്, എൻ്റെ മോൾ ഷൈൻ, മൈജി, ചില ബിഗ് ബോസ് റിവ്യൂ പേജുകൾ, അങ്ങനെ പല അക്കൗണ്ടുകളിലും ടാഗ് ചെയ്ത വീഡിയോകളും നിലവിൽ വൈറ്റ് ഗോൾഡ് കേരള അക്കൗണ്ടിൽ കാണാം. കാര്യമായി പലരും പാലിക്കാത്ത ഒരു കാര്യമാണിത്. വീഡിയോ എങ്ങനെ വേണമെന്ന് വൈറ്റ് ഗോൾഡ് പറയുന്നുണ്ട്. ഇത് ടേംസിലും തന്നിരിക്കുന്ന മൈക്രോസൈറ്റിൻ്റെ പേജിലും പറഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റിൽ കൂടാത്ത മലയാളം വീഡിയോയിൽ ആദ്യ 30 സെക്കൻഡ് ഇൻട്രൊഡക്ഷനും ബാക്കി സമയം വൈറ്റ് ഗോൾഡിനെ ഡ്രമാറ്റിക്, എൻ്റർടൈനിങ് ആൻഡ് യുണീക്ക് വേയിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നതാകണം വീഡിയോയിൽ. അതിനായി അതിൽ ഉൾപ്പെടുത്താനായി 2 പരസ്യവാചകങ്ങളും തന്നിട്ടുണ്ട്. വൈറ്റ് ഗോൾഡ്, ദ റൈറ്റ് പ്ലേസ് ടു ടേൺ യുവർ ഗോൾഡ് ഇൻ ടു മണി എന്നതും സെൽ യുവർ ഗോൾഡ് ഇൻ 30 മിനിറ്റ്സ് എന്നിവയുമാണ്. പലരും ചെയ്തിരിക്കുന്നത് തങ്ങളുടെ അഗ്നിപരീക്ഷ ഇൻട്രൊഡക്ഷൻ വീഡിയോ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് മാറ്റാൻ കഴിയില്ലായിരിക്കാം, കാരണം വീണ്ടും മറ്റൊരു ആപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നാൽ പുതുതായി ചെയ്യുന്നവർ പുതിയ വീഡിയോ ശ്രദ്ധിച്ച് ചെയ്താൽ ഇത് പ്രയോജനം നൽകിയേക്കും. മലയാളത്തിൽ മാത്രമാണ് വീഡിയോ ചെയ്യേണ്ടത്. വൈറ്റ് ഗോൾഡ് ടീം പ്രധാനമായും ഇവാലുവേറ്റ് ചെയ്യുക ക്രിയേറ്റിവിറ്റി, ഒറിജിനാലിറ്റി, സ്ക്രീൻ പ്രസൻസ്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, entertainment value, distinctiveness of personality, suitability for show format, effectiveness of brand communication എന്നിവയൊക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആ ടേംസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 8 വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ.